ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ കുറച്ച് പതുക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് യൂട്യൂബ് റവന്യൂ ക്രെഡിറ്റ് ആയിട്ടുണ്ട് എൻ്റെ അക്കൗണ്ടിലേക്ക്. സ്പെഷ്യൽ വീഡിയോ ആണ്. ഭയങ്കര ഹാപ്പി പ്രൗഡായിട്ടുള്ള ഒരു മൊമെൻ്റാണിത്. യൂട്യൂബിൽ കൂടെ നമുക്ക് ഒരു ഏർണിങ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. കാരണം നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് എനിക്ക് $100 ആയിട്ട് കുറച്ചായി. അപ്പോൾ ഒരു മാസം മുമ്പാണ് $100 കംപ്ലീറ്റ് ആയത്. അപ്പോൾ എനിക്ക് ഈ അടുത്ത് നമ്മൾ ആന്ധ്രയിലുള്ള ടൈമിൽ മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ പേയ്മെൻറ്റ് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ 1-2 പ്രാവശ്യം പോയിട്ട് നോക്കി, ATM പോയി ബാലൻസ് ചെക്ക് ചെയ്തപ്പോൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കൊടുത്ത അക്കൗണ്ടിൽ ഗൂഗിൾ പേയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിലിരുന്ന് നോക്കാൻ പറ്റില്ല. അപ്പോൾ ഉമ്മനോട് ഞാൻ പറഞ്ഞത് കിട്ടിയിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. ഞാൻ തന്നെയായിരുന്നു അക്കൗണ്ട് ഡീറ്റെയിൽസും ടാക്സ് ഡീറ്റെയിൽസും എല്ലാം ഞാൻ തന്നെയായിരുന്നു ആഡ് ചെയ്തത്. അപ്പോൾ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ആയിരിക്കുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്നൊക്കെ ഞാൻ ഉമ്മനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ തന്നെ ചെയ്തുകൊണ്ട്. അപ്പോൾ ഉമ്മ ടെൻഷനായി. ഉമ്മ വിചാരിച്ചു ഇനി അത് കിട്ടില്ലായിരിക്കും, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് $100 ആയി എന്നിട്ട് നമുക്കിത് കിട്ടില്ലേ എന്നുള്ളൊരു ടെൻഷനിലാണ് ഉമ്മ. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഞാനിപ്പോൾ പറഞ്ഞിട്ടില്ല. എനിക്കിപ്പോൾ ജസ്റ്റ് ഒരു 7:30 സമയത്ത് മെസ്സേജ് വന്നതാണ് പൈസ ക്രെഡിറ്റ് ആയ കാര്യം. ഇപ്പോൾ 8 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ബാപ്പാനോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ബാപ്പാനെയും കൂട്ടി ഞാൻ ATM പോവുകയാണ്. ഉമ്മാൻ്റെ അടുത്ത് പറഞ്ഞത് നമ്മുടെ ബാപ്പാൻ്റെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട് ഇവിടെ, അവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാമെന്നുള്ളതാണ്. പോകുന്ന വഴി ഞാനൊന്ന് ATM കയറി അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്നും കൂടി വന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ബാങ്കിൽ കംപ്ലയിൻറ്റ് കൊടുക്കാം, ബാങ്കുമായിട്ട് കോൺടാക്ട് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മാക്ക് ഒരു സർപ്രൈസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ പോയി എടുത്തുകൊണ്ട് വന്ന് ഉമ്മാൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കാൻ പോവുകയാണ്. ബാക്കിയൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കാണാം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കിത് പറയാതെ പിടിച്ചു നിൽക്കാനേ പറ്റുന്നില്ല, പക്ഷേ പിടിച്ചു നിന്നേ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും പോയി എടുത്തുകൊണ്ട് വരാം. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയില്ല. പോയി നോക്കാം, പോയിട്ട് വരാം എന്തായാലും. പിന്നെ ഞാൻ ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയതല്ലേ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണം. ഞാൻ വരുമ്പോഴത്തേക്കും റെഡി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്ക് കട്ടിങ് ഒക്കെ പിന്നെ ചെയ്യാം, ബീച്ചിലിരുന്നിട്ട് തന്നെ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ താങ്ക്സ് എന്തായാലും നമുക്ക് പറഞ്ഞേക്കാം. ഒരു താങ്ക്സ് വീഡിയോ പോലും ഇട്ടില്ലെങ്കിൽ മോശമല്ലേ, അപ്പം റെഡി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് നേരിട്ട് തന്നെ കാണാം. എനിക്ക് തന്നെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ ഡോറൊക്കെ ഞാനിങ്ങനെ അടച്ചിട്ടിട്ട് പതുക്കെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്കിത് കേൾക്കുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. നമുക്കപ്പോൾ എന്തായാലും പോയി നോക്കാം. സംസാരിക്കാൻ പോലും പറ്റില്ല. എനിക്കൊന്ന് ഉറക്കെ വിളിച്ച് പറയണം എന്നൊക്കെ ഉണ്ട്, പക്ഷേ പറ്റുന്നില്ല. ഈ കാര്യം എൻ്റെ ഹസ്ബൻഡിനും എൻ്റെ സിസ്റ്ററിനും മാത്രമേ ഇപ്പോൾ അറിയുള്ളൂ. പിന്നെ എനിക്കും പാപ്പാക്കും നമുക്ക് മാത്രമേ അറിയുള്ളൂ. വേറെ ആരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല. എന്തായാലും പോയി വരാം, നമുക്ക് എന്തായാലും പോയി വരാം. അങ്ങനെ നമ്മളിത് ATM വന്നിട്ടുണ്ട്. ആദ്യം പോയ ATM വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, പിന്നെ വേറൊരു ATM വന്നതാണ്. അങ്ങനെ ഞാൻ പൈസ എടുക്കാൻ വേണ്ടിയിട്ട് കാർഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എല്ലാം അടിച്ചു കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ റേസ് ആവുന്നുണ്ട്. കാരണം ഇത്രയും എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ATM പൈസ എടുക്കാൻ ഇത്രയും എന്താ പറയുക ഭയങ്കര പ്രൗഡായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയും ഞാൻ പ്രൗഡാണ്, ഹാപ്പിയാണ്. അങ്ങനെ അവസാനം പൈസ എടുത്ത് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ താങ്ക്സ് വീഡിയോ ഒക്കെ എടുക്കാം, 10K താങ്ക്സ് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ റെഡിയാക്കി ഇരുത്തിയതാണ്, ട്രൈപ്പോഡൊക്കെ വെച്ചിട്ട്. ഉമ്മക്ക് ഞാൻ പൈസ കാണിച്ചെടുത്ത് പോകുമ്പോൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. ഉമ്മ ഭയങ്കര ഹാപ്പിയായി. നിങ്ങൾക്ക് ഉമ്മാൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അങ്ങനെ ഫൈനലി നമുക്ക് യൂട്യൂബ് റവന്യൂ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അൽഹംദുലില്ലാ ഉമ്മ, ഇതാണ് അപ്പൊ നമ്മുടെ റവന്യൂ. അൽഹംദുലില്ലാ ഒത്തിരി സന്തോഷമുണ്ട്. എന്താ പറയണ്ടെന്ന് പോലും അറിയില്ല. എന്താണ് ഉമ്മാക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇത് ഞങ്ങളെ ഇത്ര വരെ എത്തിച്ച നിങ്ങളോടാണ്. അതെ, നിങ്ങൾ ഓരോരുത്തരും കാരണമാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് കിട്ടാൻ കാരണം. ഇതിപ്പോ എത്ര പൈസ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് എന്താ പറയാ ഭയങ്കര വിലമതിക്കാനാവാത്ത ഒരു കാര്യമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ പറയാൻ പോലും വാക്കുകൾ കിട്ടുന്നില്ല. സത്യത്തിൽ നിങ്ങൾ എന്റെ വീഡിയോസ് ഒക്കെ കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞങ്ങൾ വളവളാ സംസാരിക്കുന്ന ആളാണ്. പക്ഷെ എനിക്കിപ്പോ സത്യം പറഞ്ഞൊന്നും പറയാൻ കിട്ടുന്നില്ല. അത്രയും ഞാൻ ഹാപ്പിയാണ്. കാരണം നമുക്ക് ഇത് വീട്ടിലിരുന്ന് എന്റെ ഫോൺ ഉപയോഗിച്ച് ഞാൻ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഞങ്ങൾ രണ്ടുപേരും നല്ല രീതിയിൽ എഫോർട്ട് ഇട്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം ഞങ്ങൾ എഫോർട്ട് ഇട്ട് അതിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്കതൊരു നിസ്സാര കാര്യമല്ല. എന്റെ ആദ്യത്തെ ശമ്പളമാണ് കേട്ടോ. അതെ, സത്യം. ഇത്ര അടുക്കളയും ജോലി ചെയ്ത്
തളർന്ന് എനിക്ക് ഇപ്പോഴാണ് എനിക്ക് ശമ്പളം കിട്ടുന്നല്ലേ. അതെ. അപ്പൊ ഉമ്മ ഒത്തിരി ഹാപ്പിയാണ്. നമുക്ക് ഈ യൂട്യൂബ് തുടങ്ങാൻ തന്നെ മെയിൻ ആയിട്ടുള്ള കാരണം എന്താന്ന് വെച്ചാല് ഞാൻ ഇപ്പോഴാണല്ലോ ജോലിക്ക് പോകാൻ തുടങ്ങിയത്. അപ്പൊ അതിന് മുൻപ് ഞാനും ജോബിനൊന്നും പോകുന്നുണ്ടായിരുന്നില്ല. ചുമ്മാ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എനിക്ക് അങ്ങനെ ജോലിക്ക് പോയി പൈസ ഉണ്ടാക്കണം അങ്ങനെ ഒരു ചിന്തയെ എനിക്കുണ്ടായിരുന്നില്ല. ബാപ്പയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, അവരുടെ കീഴിൽ ഇങ്ങനെ സുഖിച്ച് ജീവിക്കാം. അതെ, അങ്ങനെ ആയിരുന്നു എന്റെ ഒരു ചിന്ത. പക്ഷെ പിന്നെ എനിക്ക് മനസ്സിലായി നമ്മളും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം. നമുക്ക് നമ്മുടെ ഒരു ചെറിയ ചെറിയ കാര്യത്തിനായാലും നമ്മുടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും എടുക്കാനുണ്ടാവണം. നമ്മളായിട്ട് ഉണ്ടാക്കിയ ഒരു എമൗണ്ട് എടുക്കാനുണ്ടാവണം. നമ്മളെപ്പോഴും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കണം ഇന്നത്തെ കാലത്തെന്ന് എനിക്ക് തോന്നി. അപ്പോ നമുക്കിങ്ങനെ യൂട്യൂബിനെ കുറിച്ച് അറിയണ്ടായി. ഇങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഒരു ചാനൽ തുടങ്ങുമ്പോഴൊന്നും നമ്മൾ ഈ ഒരു വരുമാനം കിട്ടുന്നതിലേക്ക് എത്തും ഇത്ര പെട്ടെന്ന് എത്തും എന്നുള്ള ഒരു പ്രതീക്ഷയോ ഒന്നും നമുക്കുണ്ടായിരുന്നില്ല. പിന്നെ ഞാനൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഈ ചാനലൊന്നുമല്ല, വേറെ ഒരു ചാനലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഞാൻ ലക്ഷദ്വീപിനെ റിലേറ്റഡ് ആയിട്ടൊന്നുമല്ല ചെയ്തുകൊണ്ടിരുന്നത്. വെയിറ്റ് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഡയറ്റുമായിട്ടും വർക്കൗട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളായിരുന്നു ഞാൻ അതിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ എവിടെയെങ്കിലും ഫോൺ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ അടുത്ത് സ്റ്റാൻഡ് പോലും, അതായത് ട്രൈപോഡ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എവിടെയെങ്കിലും ഇങ്ങനെ ഫോൺ വെച്ചിട്ട് ബെഡ് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിലൊക്കെ വെച്ചിട്ടായിരുന്നു ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം എനിക്കാരും അത് വാങ്ങിത്തരാനുള്ള പൈസ ഒന്നും ഇല്ലാത്തത് കൊണ്ടുമല്ല, എനിക്കാരും വാങ്ങി തരാത്തത് കൊണ്ടുമല്ല. ഞാൻ എത്ര കാലം മുന്നോട്ട് പോകുന്ന അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാനായിട്ട് എന്തായാലും വാങ്ങിയില്ല, ആരടുത്തും വാങ്ങി തരാനും പറഞ്ഞില്ല. അപ്പൊ ഉമ്മയാണ് എനിക്ക് ആ ഒരു ട്രൈപോഡ്, നീ അങ്ങനെയെങ്കിലും നീ വീഡിയോ ചെയ്യ്, നിനക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട് ഉമ്മയാണ് എനിക്ക് ഈ ഒരു ട്രൈപോഡ് എനിക്ക് വാങ്ങി തന്നത്. പിന്നെ അതിനുശേഷം ഞാൻ ഉമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ഉമ്മയെ വെറുതെ ഇരിക്കല്ലേ, ഉമ്മാക്ക് എന്തെങ്കിലും കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്തുകൂടെ, നമ്മള് വീട്ടില് എന്തൊക്കെയോ നമ്മൾ ഉണ്ടാക്കുന്ന. ഞാൻ കുറെയൊക്കെ കുക്കിംഗ് ചെയ്യുന്ന ആളാണ്. അപ്പൊ അത് വെച്ച് എന്തെങ്കിലും ഉമ്മക്ക് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചപ്പോ വീട്ടിലുണ്ടാക്കുന്നത് മതി, അത് ജസ്റ്റ് വീഡിയോ എടുത്ത് ഇട്ടൂടെ, ഞാൻ എഡിറ്റ് ചെയ്ത് തരാം, എന്നിട്ട് അപ്ലോഡ് ചെയ്തുകൂടെ, ഉമ്മക്ക് ഒരു ചാനൽ തുടങ്ങിക്കൂടെ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പൊ ഉമ്മയും ചെയ്യാം എന്നുള്ള ഇതില് എത്തി. അത് കഴിഞ്ഞ വർഷമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഈ ഒരു ടൈമിലാണ്, നവംബർ ആ ഒരു ടൈമിലാണ്. അപ്പൊ ഉമ്മയും ഓക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ കുറച്ച് കുക്കിംഗ് വീഡിയോസ്, പിന്നെ ഹോം ടൂർ, അങ്ങനെയൊക്കെ നമ്മുടെ എറണാകുളത്തെ വീട്ടിലെ ഹോം ടൂർ ഒക്കെ ചെയ്ത് നമ്മൾ വീഡിയോ ഇട്ടു. അപ്പോ അതിനൊന്നും വലിയ അങ്ങനെ റീച്ചോ കാര്യങ്ങളോ കുറച്ചുണ്ടായിരുന്നു. പക്ഷെ കുക്കിങ്ങിന്റെ ഇതില് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്കാണെങ്കിൽ ഫസ്റ്റില് സംസാരിക്കാൻ ഒരു എന്തോ പറ്റുന്നുണ്ടായിരുന്നില്ല, ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു ഉമ്മാക്ക് സംസാരിക്കാനൊക്കെ. അങ്ങനെ പിന്നെ എന്നെ വിളിക്കും, നീയും കൂടെ വാ സംസാരിക്കാൻ, വോയിസ് ഓവർ ഒക്കെ കൊടുക്കാൻ. ഞാൻ വരില്ല, ഉമ്മ തന്നെ കൊടുത്ത് പഠിക്കണം, എങ്കിലേ ഞാൻ വോയിസ് കൊടുക്കും, പിന്നെ വീണ്ടും കൊടുക്കും. അങ്ങനെ 1 മണിക്കൂർ വരെ ഉമ്മ ഒരു 5 മിനിറ്റ് വോയിസ് ഓവർ കൊടുക്കാൻ 1 മണിക്കൂർ വരെ എടുക്കുമായിരുന്നു. കാരണം മിസ്റ്റേക്ക് പറ്റും. അപ്പോഴും എന്നെ തന്നെ ഞാൻ എവിടെ പോയാലും ഒരു അമളി എനിക്ക് പറ്റലുള്ളത്. അപ്പൊ ഉമ്മ എന്നെ വിളിക്കും. അപ്പൊ ഞാൻ പറയും, ഇല്ല ഞാൻ വരില്ല, ഉമ്മ തന്നെ ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. എപ്പോഴും ഞാൻ വന്നു കഴിഞ്ഞാല് ഉമ്മക്ക് അത് തന്നെ ആയിരിക്കും പിന്നെ. അപ്പൊ ഉമ്മ തന്നെ ചെയ്ത് ഇങ്ങനെയൊക്കെ തന്നെ പഠിക്കുള്ളൂ, ഞാൻ എഡിറ്റൊക്കെ ചെയ്തു തരാം, വോയിസ് ഓവർ ഉമ്മ തന്നെ കൊടുത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാനെ കൊണ്ട് തന്നെ വോയിസ് ഓവർ അങ്ങനെ കൊടുപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഉമ്മ എന്നോട് പറഞ്ഞു, വീഡിയോസ് നമുക്ക് ഒന്നിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ഉമ്മ എന്നെ വിളിച്ചു. അപ്പൊ ആദ്യമൊന്നും ഞാൻ ഇല്ല, ഉമ്മ തന്നെ കുക്കിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടു, ലക്ഷദ്വീപിലെ സ്ലാങ് വാർ, അതായത് മലയാളം വേഴ്സസ് ലക്ഷദ്വീപ് എന്നുള്ള ഒരു വീഡിയോ ഇട്ടു. അപ്പൊ അതിന് അത്യാവശ്യം റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു എനിക്ക് തോന്നുന്നു 4 മിനിറ്റ് വീഡിയോ എന്തായിരുന്നു കേട്ടോ. അതിന് അത്യാവശ്യം റീച്ചൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ പിന്നെ അതിനുശേഷം നമ്മൾ ഈ ലക്ഷദ്വീപിനെ കുറിച്ച്, അപ്പൊ ആളുകൾക്ക് ലക്ഷദ്വീപിനെ കുറിച്ച് കമന്റ് ചെയ്യാൻ തുടങ്ങിയതല്ലേ, നമുക്ക് അത് ഇത് ചെയ്യുന്നു പറഞ്ഞിട്ട്. അപ്പൊ ലക്ഷദ്വീപിനെ കുറിച്ച് കേരളത്തിലുള്ള ആൾക്കാർക്ക് അറിയാനും ഒക്കെ നല്ല ആകാംക്ഷയുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണ് നമ്മൾ ഈ ലക്ഷദ്വീപിനെ കുറിച്ച് കൂടുതൽ വീഡിയോസ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മള് വീഡിയോസ് ഒക്കെ ചെയ്തു. നമുക്ക് ഒരു വീഡിയോ നമ്മള് ലക്ഷദ്വീപ് ഭാഷയിൽ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉമ്മാനെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിലാണ് നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയത്. ആ വീഡിയോ അൽഹംദുലില്ലാഹ് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു
3 lakhs എന്തോ വ്യൂസ് ഉണ്ട് അതിന്. 3 lakhs ആണോ 2 lakhs എബോവ് ആണോ എന്നറിയില്ല, അത്ര എന്തോ വ്യൂസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു 3 lakhs ആണ്. അപ്പൊ ആ വീഡിയോ ഇട്ടിട്ടാണ് നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആവുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് അതില് 1K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആ വീഡിയോ കണ്ടിട്ടാണ് ആയത്. പിന്നെ അതിനുശേഷം നമ്മൾ കൂടുതലും ലക്ഷദ്വീപിനെ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ലക്ഷദ്വീപിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതാകുമ്പോൾ നമ്മളും കംഫർട്ടബിൾ ആണ് സംസാരിക്കാൻ, നമുക്കും അറിയുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുക, നമ്മുടെ നാടിനെ കുറിച്ചും നമ്മുടെ കാര്യങ്ങൾ നിങ്ങളിലേക്ക് പറഞ്ഞു തരിക, അതൊക്കെയല്ലേ ഉള്ളൂ. അപ്പൊ നമ്മളും കുറച്ചും കൂടി കോൺഫിഡന്റ് ആണ്. നമ്മുടെ അവിടുത്തെ ഫുഡ്, ഭക്ഷണങ്ങൾ നിങ്ങൾ പരിചയപ്പെടുത്തുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ചെയ്ത് പിന്നെ നമുക്ക് പിന്നെയുള്ള കടമ്പ $100 എത്താന്നുള്ളതാണ്. $100 എത്തുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് ഫസ്റ്റ് റവന്യൂ വരുന്നത്. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞാൻ കുറെയൊക്കെ ഉഴപ്പി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നുണ്ട്. ഞാൻ ഷഹാനെ വിളിച്ചാലും ഷഹാന പറയും പിന്നെ ഇടാം പറഞ്ഞ് പിന്നെ ഞാൻ മതിയാക്കി. മോണിറ്റൈസേഷൻ ഓൺ ആയതിനു ശേഷമാണ് കേട്ടോ ഇതൊക്കെ, നിങ്ങൾ അത് ഓർക്കണം. എനിക്ക് ഭയങ്കര മടിയായിരുന്നു വീഡിയോസ് ഒക്കെ ഇടാൻ. വീഡിയോസ് എടുത്ത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നൊക്കെ ആലോചിച്ച് എനിക്ക് മടിയായിരുന്നു. ഞാൻ പിന്നെ എന്റെ ആ ചാനൽ ആദ്യം നിർത്തി, കുറെ ആയി അത് നിർത്തിയിട്ട്. പിന്നെ ഇതിലായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതും അവസാനം വീഡിയോസ് ഒന്നും ഇടാതെ ആയി. ആദ്യം നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഇടുന്ന വീഡിയോസ് പിന്നെ ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ആയി, പിന്നെ അത് മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആയി, അങ്ങനെയൊക്കെ ആയിരുന്നു. അനിയത്തിന്റെ മോന് സുഖമില്ലാണ്ട് അങ്ങനെ കുറെ പോയി. അങ്ങനെ അവന് സുഖമില്ലാതായപ്പോ പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ആ ഒരു മൂഡിലും ആയിരുന്നില്ല. നമ്മൾ വീഡിയോസ് ഒക്കെ എന്തെങ്കിലും എടുക്കാൻ വീണ്ടും പഴയ ആ ഒരു റുട്ടീനിലേക്ക് വരാം, വീഡിയോസ് ഒക്കെ എടുത്ത് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോ അപ്പോ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വരും. അപ്പൊ നമ്മൾ വീണ്ടും അത് വിടും. പിന്നെ നമ്മൾ കുറെ കാലത്തേക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും ചെയ്യാതെ കുറെ ഇട്ടു, അവിടെ ഇങ്ങനെ ഇട്ടു. അപ്പൊ അതിനുശേഷം എപ്പോഴും ഉമ്മ വിളിക്കൂട്ടോ. ഉമ്മ എന്നാലും ഇടക്കിടക്ക് എന്നോട് ഇങ്ങനെ പറയും, വീഡിയോസ് എന്തെങ്കിലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇത്ര വരെ ആക്കിയില്ലേ. എനിക്കൊരു വാശിയായിരുന്നു, എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും കിട്ടണം, തുടങ്ങിയത് നമുക്ക് അൽഹംദുലില്ലാ എന്തെങ്കിലും കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ, അങ്ങനെ നമ്മൾ വീണ്ടും ലക്ഷദ്വീപ് ഭാഷയിൽ ഒരു വ്ളോഗ് ചെയ്തു. ലക്ഷദ്വീപ് ഭാഷയിൽ തന്നെ നമ്മുടേതായ രീതിയിൽ ഒരു വ്ളോഗ് ചെയ്തു. അപ്പൊ അതിനും അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ഉണ്ടായിരുന്നു. 1 lakh above വ്യൂസ് എന്തോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ആ വീഡിയോയും കൂടി നമുക്ക് മോണിറ്റൈസേഷൻ ഫുൾ, അതായത് $100 ഫുൾ ആവാൻ വേണ്ടിട്ട് നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾക്ക് $100 ആയത് എനിക്ക് തോന്നുന്നു സെപ്റ്റംബറിൽ എന്തോ ആണ്. അപ്പൊ ഈ യൂട്യൂബ് റവന്യൂ എന്തോ ഡേറ്റിന്റെ കണക്കുണ്ട്. അപ്പോ കഴിഞ്ഞ മാസത്തെ മുഴുവൻ എമൗണ്ട് $100 ആയിട്ടുണ്ടെങ്കിൽ ഈ മാസം 12-ാം തീയതി അത് ഒക്കെ അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പിന്നെ ഈ മാസം തന്നെ 21-നും 26-നും ഇടയ്ക്ക് എന്തോ ആണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് വരുന്നത്. അപ്പൊ അങ്ങനെ ആയ ടൈമില് നമ്മുടെ $100 കംപ്ലീറ്റ് ആയത് 12-ാം തീയതിക്ക് ശേഷമായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ മാസം ഒക്ടോബറിൽ കിട്ടില്ല. പിന്നെ നമുക്ക് നവംബറിലാണ് ആ എമൗണ്ട് കിട്ടുള്ളൂ. പിന്നെ അതിനുള്ള നമ്മുടെ കാത്തിരിപ്പായി. കാരണം എന്താ പറയുക, നമ്മുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ്. കാണുന്നവർ ചിലപ്പോൾ വിചാരിക്കും ഇത് വെറുതെ വീഡിയോ എടുക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു, അതുകൊണ്ട് വരുമാനം കിട്ടുന്നു എന്നുള്ള നിസ്സാര കാര്യമായിരിക്കും. പക്ഷെ അതിന്റെ പിന്നിലുള്ള കഷ്ടപ്പാട് ചെറുതൊന്നുമല്ല. നമ്മൾ ആളുകൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, വീഡിയോ ഷൂട്ട് ചെയ്യുന്നു. അത് എമിനെ വെച്ചൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നല്ല ടാസ്ക് ആണ്. അവളെ മാറ്റി നിർത്തിയിട്ട് പാപ്പാന്റെ അടുത്തോ ആരുടെ അടുത്തെങ്കിലും കൊടുത്ത് ഏൽപ്പിച്ച് മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അത് ചെയ്യുമ്പോഴേക്ക് അവൾ ഇങ്ങോട്ട് ഓടി വരും, പിന്നെ നിർത്തി വെക്കും, പിന്നെ വീണ്ടും അതിന്റെ ബാക്കി എടുക്കും. അങ്ങനെയൊക്കെ നമ്മൾ കുറെ ഇതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലെവലിലേക്ക്, ഈ ഒരു യൂട്യൂബിൽ നിന്ന് ₹1 നമുക്ക് കിട്ടുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിയത്. അപ്പോ നമുക്ക് ഇതിന്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അത് എഡിറ്റ് ചെയ്യണം, പിന്നെ വോയിസ് ഓവർ കൊടുക്കേണ്ടതൊക്കെ വോയിസ് ഓവർ കൊടുക്കണം, പിന്നെ അത് അപ്ലോഡ് ചെയ്യണം. അങ്ങനെ ഒരുപാട് പണി ഇതിന്റെ പിന്നിലുണ്ട്. പിന്നെ നമ്മുടെ അടുത്ത് നമ്മുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് നമ്മുടെ അടുത്ത് നല്ലത് പറഞ്ഞിട്ട് അപ്പുറത്ത് പോയിട്ട് നമ്മളെ കുറ്റം പറയുന്ന കുറെ ആൾക്കാരുണ്ട്. അങ്ങനത്തെ നമ്മളെ അടുത്തറിയുന്ന നമ്മുടെ ബന്ധുക്കളും ഫ്രണ്ട്സും അങ്ങനെയുള്ള ആൾക്കാരാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് അങ്ങനെയും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വാശിയായിരുന്നു, നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് ₹1 കിട്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴായാലും ഞാൻ ദ്വീപിൽ വന്നതിന് ശേഷം മുടങ്ങാതെ ദിവസവും
ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. ഇന്നലെ മാത്രമാണ് ഞാൻ ഒരു ബ്രേക്ക് എടുത്തത്. ബാക്കി എല്ലാ ദിവസവും ഞാൻ മുടങ്ങാതെ നിങ്ങളിലേക്ക് വീഡിയോ എത്തിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്കതൊരു വാശിയായിരുന്നു. പിന്നെ ഇതിനൊക്കെ കാരണം നിങ്ങളാണ്, നിങ്ങൾ ഈ സബ്സ്ക്രൈബേഴ്സ് ആണ്. നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ പോലെ നിങ്ങൾ നമ്മുടെ ഫാമിലിയാണ്. നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഫാമിലിയാണ്. നിങ്ങൾ കാരണമാണ് നമുക്ക് ഈ ഒരു എമൗണ്ട് നമ്മുടെ കയ്യിലേക്ക് വന്നെത്തിയത്. ഇപ്പൊ എനിക്കാലും ഉമ്മാക്ക് ഒരു ജോലിയൊന്നുമില്ല, ഉമ്മ വീട്ടിലെ തന്നെയാണ്. അപ്പൊ ഞാൻ കാരണം ഉമ്മാക്ക് ഒരു എമൗണ്ട്, അതൊരു 1000 രൂപയായാലും ഞാൻ കാരണം കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്, വലിയൊരു സന്തോഷം ഉള്ള കാര്യമാണ്. ഞാൻ ഒരു അപ്പോ ഒത്തിരി സന്തോഷമുണ്ട്. ഇതിനൊക്കെ കാരണം നിങ്ങളാണ്. നിങ്ങൾ ഓരോരുത്തരോടും നമ്മൾ എന്താ പറയണ്ടെന്നറിയില്ല, ഓരോരുത്തരോടും നമ്മൾ നന്ദിയും നമ്മുടെ കടപ്പാടും അറിയിക്കാണ്. നിങ്ങൾ നമ്മളെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ചത് കേരളത്തിലുള്ള ആൾക്കാർ മാത്രമായിരുന്നു. ഇത് നിങ്ങൾ തന്ന പൈസ അല്ലെ നമുക്ക്, ഇത് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ തന്ന പൈസ ഞങ്ങൾക്ക്, നിങ്ങളുടെ സ്നേഹമാണത്. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ നിങ്ങളില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ലായിരുന്നു, നമ്മൾ ഈ നിലയിലേക്ക് എത്തിയില്ല. നമുക്കിപ്പോ അൽഹംദുലില്ലാ 1 വർഷം കൊണ്ട് നമ്മളിപ്പോൾ 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായിട്ട് 1K സബ്സ്ക്രൈബേഴ്സ് ആവാതെ കിടന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, നമുക്ക് എല്ലാം അറിയാം. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ നിലയിൽ എത്തിയത്. അപ്പൊ കളിയാക്കിയവർക്കും പരിഹസിച്ചവർക്കും ഒക്കെ ഉള്ള ഒരു മറുപടി തന്നെയാണിത്, അല്ലേ? അത് മാത്രമല്ല, പിന്നെ നമ്മൾ ഇത്രയും കുറഞ്ഞ ടൈം കൊണ്ട് 10K സബ്സ്ക്രൈബേഴ്സ് ആവാന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഒരു വർഷം കൊണ്ട് ഈ 10,000 പേര് നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാന്ന് പറയുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ്. നമുക്കല്ലെങ്കിൽ തന്നെ ഒരു ഗിഫ്റ്റ് ആരെങ്കിലും തരുമ്പോ എനിക്കൊക്കെ ഭയങ്കര സന്തോഷ. അതാണ് അതിനെ 10 മടങ്ങ് കൂടുതലാ എനിക്ക് നിങ്ങൾ ഇത് തന്നത്. നമുക്ക് ഈ ഒരു പൈസ കൊണ്ട് നമുക്ക് നമ്മുടെ ആഗ്രഹമുള്ള എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ പറ്റുമല്ലോ. ഇത് നമ്മള് എന്താ പറയാ, ചുമ്മാ നമുക്ക് പൈസ കിട്ടുന്നതല്ലല്ലോ. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്ന് വരുന്ന ഒരു വരുമാനമാണ് നമുക്ക്. ഇത് എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ഞാൻ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ ഈ വീഡിയോ എടുത്തതിന് ശേഷം ഒന്നും കൂടി ഇരുന്ന് കേൾക്കണം ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന്. അപ്പൊ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്, ഒത്തിരി കടപ്പാടുണ്ട് കേട്ടോ. പിന്നെ ഉമ്മക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി എന്താ പറയാ എനിക്കറിയില്ല മക്കളെ, എന്താ പറയാ. അപ്പൊ പിന്നെ നിങ്ങൾ എല്ലാവർക്കും അറിയാൻ ആകാംക്ഷ ഉണ്ടാവും എത്രയാണ് നമുക്ക് എമൗണ്ട് കിട്ടിയെന്നുള്ള കാര്യം. നമുക്ക് കറക്റ്റ് ഒരു എമൗണ്ട് ആയിട്ട് നമ്മൾ പറയുന്നില്ല. നമുക്ക് എന്തായാലും ഒരു $100 ഒരു $130 ഒരു $130 ഇടയിൽ ഒരു എമൗണ്ട് നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഒരു $100 എന്ന് പറയുമ്പോൾ 8,000 അല്ലേ, 8,000-ന്റേതും ഒരു 11,000-ന്റേതും ഇടയിൽ ഒരു എമൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അൽഹംദുലില്ലാ, എന്താ പറയണെന്നറിയില്ല, ഒത്തിരി സന്തോഷം. വീണ്ടും ഞാൻ നിങ്ങളുടെ അടുത്ത് താങ്ക്സ് പറയാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ എമൗണ്ട് കറക്റ്റായിട്ട് നമ്മൾ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു എമൗണ്ടിന്റെ ഇടയിലാണ് നമുക്ക് കിട്ടിയ ഒരു എമൗണ്ട്. അപ്പോൾ നമ്മൾ സത്യത്തിൽ കറക്റ്റ് എമൗണ്ട് എത്രയാണ് കിട്ടിയതെന്ന് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ യൂട്യൂബ് വീഡിയോസ് ഒക്കെ എടുത്ത് കണ്ടു. അപ്പോൾ അതിലൊക്കെ ആളുകൾ പറയുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് നിയമങ്ങൾക്കെതിരാണ്, അപ്പൊ അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ ചാനലിൽ എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ട് വിചാരിച്ചിട്ട് മാത്രമാണ് നമ്മൾ കറക്റ്റ് എമൗണ്ട് പറയാത്തത്. ശരിക്കും എനിക്ക് കറക്റ്റ് എമൗണ്ട് ഒക്കെ പറയാൻ വേണ്ടിട്ട് മുട്ടി നിൽക്കുകയാണ്. പക്ഷെ ചാനലിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടൊക്കെ വെറുതെ ആവുമല്ലോ എന്നുള്ള ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ കറക്റ്റ് എമൗണ്ട് നിങ്ങളുടെ അടുത്ത് പറയാത്തത്. പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ കാരണം നമ്മൾക്ക് ഒരുപാട് ഫ്രണ്ട്സിനെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്, സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം ഫാമിലി പോലെ. പിന്നെ ഞാൻ പറയാൻ വന്ന ഒരു കാര്യം അത് ഇടയ്ക്ക് വെച്ച് വിട്ടുപോയി, ഇപ്പോഴാണ് വീണ്ടും ഓർമ്മ വന്നത്. നമ്മൾ ആദ്യം വിചാരിച്ചത് കേരളത്തിലുള്ള ആൾക്കാർ മാത്രമാണ് നമ്മുടെ ചാനൽ കാണുന്നത്, ദ്വീപിലെ ആൾക്കാർ അങ്ങനെ കാണാറൊന്നുമില്ല എന്നായിരുന്നു നമ്മൾ വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല, ദ്വീപിലെ ആൾക്കാരൊക്കെ നമ്മുടെ ചാനൽ കാണുന്നുണ്ട്. ലക്ഷദ്വീപിൽ വന്ന് ഇറങ്ങിയപ്പോഴാണ് എത്രത്തോളം ആൾക്കാരും ലക്ഷദ്വീപിലെ ആൾക്കാരും കൂടെ നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലായത്. നമ്മൾ കാണുമ്പോഴൊക്കെ ആളുകൾ തിരിച്ചറിയുന്നു, ചാനൽ കാണുന്നുണ്ട് കേട്ടോ, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്, അടിപൊളിയാണ്, നന്നായിട്ടുണ്ട്, നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചത്. അതെ, അങ്ങനെ നമ്മള് എവിടെ പോയാലും ആളുകൾ നമ്മുടെ അടുത്ത് അങ്ങനെ വന്ന് പറയാറുണ്ട്. അപ്പൊ നമുക്ക് ഒത്തിരി സന്തോഷം. അപ്പൊ നമ്മുടെ നാട്ടുകാരോട് നമ്മൾ താങ്ക്സ് പറയാണ്. നമ്മുടെ നാട്ടുകാരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, ലക്ഷദ്വീപുകാരുടെ അടുത്തും
പിന്നെ ഞങ്ങൾ ഒരുപാട് താങ്ക്സ് പറയുന്നുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയ കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമ്മൾ 10K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗിവ് അവേയുടെ അനൗൺസ്മെന്റ് ഉണ്ടാവുമെന്ന്. ഇൻഷാല്ലാ നമ്മളത് പെട്ടെന്ന് തന്നെ ആ വീഡിയോ 10K സെലിബ്രേഷൻ വീഡിയോയും പിന്നെ ഗിവ് അവേയുടെ ആ ഒരു ഞങ്ങൾ എന്തായാലും ലക്ഷദ്വീപിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ചെയ്യുന്നതായിരിക്കും. ഗിവ് അവേ ആരാണ് വിന്നർ എന്നുള്ളത് നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും. ഇൻഷാല്ലാ അതിന്റെ വീഡിയോ ഒക്കെ വരുന്നുണ്ട്. ഒന്നിനും ടൈം കിട്ടാത്തതുകൊണ്ടാണ്, അതിന് പറ്റിയ ഒരു സന്ദർഭം കിട്ടാത്തതുകൊണ്ട് മാത്രമാണ്. അത് നമുക്ക് കുറച്ചൊരു നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ട് തന്നെ സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞാൻ നീണ്ടുപോയത്. അപ്പൊ എന്തായാലും അതിന്റെ വീഡിയോ ഒക്കെ ഉടനെ തന്നെ വരും കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയറും ചെയ്യുക. പിന്നെ നമ്മുടെ കൂടെ ഇതുപോലെ തന്നെ കട്ടക്ക് നിൽക്കുക അല്ലേ? അതെ, ഇനിയും നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, വിജയത്തിലേക്ക് എത്തിക്കുക അല്ലേ? അതെ, ഇൻഷാല്ലാ ഇനിയും ഒരുപാട് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റട്ടെ. നമുക്ക് വേണ്ടി നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക, പ്രാർത്ഥിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.